പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അതുണ്ടാക്കുന്ന മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന നാശങ്ങൾ, തലമുറകളിലേക്ക് ആ പാപത്തിൻ്റെ ഫലം വരും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നുകൂടി അതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം നടന്നു പോകുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളിതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഒന്ന് കാണേണ്ടതുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മാർഗം വിശുദ്ധിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധിയാന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, വിശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു ശുദ്ധതയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധി. അപ്പം അതിനകത്ത് ശുദ്ധത വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഈ ശാരീരിക മാനസിക ശുദ്ധത ഇല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് രണ്ട് മാനദണ്ഡമായിട്ട് കാണണം. ഇന്ന് ഒരു വലിയ സമൂഹം, അല്ലെങ്കിൽ വലിയൊരു എന്നെ ശ്രമിക്കുന്ന വലിയൊരു തലമുറ മക്കൾ ഈ ശാരീരിക ശുദ്ധിയുള്ളവരാണ്. അവർ വ്യഭിചാരം ചെയ്യാറില്ല, അവർ മോശമായ ചിത്രങ്ങൾ കാണാറില്ല, അവർ സ്വയംഭോഗം ചെയ്യാറില്ല, അവരുടെ ചിന്തകളിൽ അന്യസ്ത്രീകളെ കുറിച്ച് ചിന്തിക്കാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ആ പാപത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ലെന്നാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അത് മാത്രമല്ല സ്വർഗം നമ്മളിത് പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ ഭാഗമാകുന്നത്, ഓവറോൾ ഹോളിനെസ്സിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി പോകുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ശാരീരിക ശുദ്ധിയെക്കുറിച്ചാണ്. കാരണം അത് വലിയൊരു തലമുറ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവ തലമുറ, അവർ ഇതിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നൊരു തലമുറയാണ്. അപ്പോൾ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് അവർ മോചിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ അടിമത്തൽ മോചിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു 5420 ചാട്ടവാറടി അവൻ്റെ ശരീരമാകുന്ന ആ പരിശുദ്ധ ആലയത്തെ അവൻ തകർക്കപ്പെടാൻ അനുവദിക്കപ്പെടുകയാണ്. റിഡംഷൻ, ഈ പാപത്തിൻ്റെ ബന്ധനം, പാപം തരുന്ന മാരകമായ പരിണിത ഫലം, അത് ദൈവം തമ്പുരാൻ സ്വന്തം ഏറ്റെടുക്കുകയാണ് നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി. നിന്നെ ശ്രമിക്കുന്ന മക്കൾ, ഇത് ചെയ്തു പോയ മക്കൾ, പാപത്തിൽ ചെയ്തു കിടക്കുന്ന മക്കൾ, അനുതപിക്കുക. യേശുവിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. വേറെ ഒരുവനും ഈ പാപത്തിൻ്റെ പരിണിത ഫലത്തിൽ നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും സാധ്യമല്ല മക്കളെ. ദാറ്റ് ഈസ് ഓൺലി ഇൻ ജീസസ് ക്രൈസ്റ്റ് യു ഹാവ് ഫോർഗീവ്നെസ് ഓഫ് സിൻ. ഫോർഗീവ്നെസ് ഓഫ് സിൻ. നിന്റെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും പുഴയിൽ ചാടിയാലോ, നദിയിൽ കുളിച്ചാലോ, ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലോ ഒന്നും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. പാപത്തിന് പരിഹാരം ചെയ്യണം. ആ പരിഹാരം ലോക ചരിത്രത്തിൽ, മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ പരിഹാരം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരി മലയിൽ ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യപുത്രൻ തൻ്റെ ശരീരത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല, അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ശിക്ഷാവിധിയില്ല. അല്ലാത്ത എല്ലാ മനുഷ്യരുടെ മേലും ശിക്ഷാവിധിയുണ്ട്. വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ലോകം ഈ പാപത്തിൻ്റെ ഫലമായി ലോകത്തിലെ വലിയൊരു ജനസംഖ്യ വലിയ നാശത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് നീ അതിൽ പെടരുത് എന്ന് ദൈവത്തിന് ആഗ്രഹം. പാപത്തിൻ്റെ ശിക്ഷ, സൊദോം ഗമോറ വലിയ ഈ പാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ്. ആ ജനത നശിക്കപ്പെടാൻ പോകുമ്പോൾ ആ നാശത്തിൽ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുന്നു. ഇന്നും നിന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് സംഭവിക്കുന്ന പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന്, വലിയ ദുരിതത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനും സ്വർഗം ആഗ്രഹിക്കുന്നു. ആ രക്ഷ നീ, നിന്റെ കുടുംബവും യേശുവിൽ വിശ്വസിക്കുന്നവർ, അവൻ നൽകുന്ന പാപമോചനം വഴി, അവൻ്റെ രക്തം ചിന്തിയുള്ള പാപപരിഹാര ബലിയുടെ യോഗ്യതയാൽ മാത്രമാണ് നമുക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടുക. അതുകൊണ്ട് യേശുവിൽ ശരണപ്പെടുക. ശിക്ഷ ഉറപ്പാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. അത് ദൈവം തരുന്നതല്ല, അത് പാപത്തിൻ്റെ ഫലമാണ്. ഏതൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്, ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത്, കഴിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അത് അതിൻ്റെ പരിണിത ഫലമാണ്.
ആ പരിണിത ഫലമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ് മനുഷ്യവംശത്തോട്. നമ്മളോടൊക്കെ പറയാണ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവഹിതം മനസ്സിലാക്കാതെ ശരീരസുഖം സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആദം ഹവ്വയുടെ ജീവിതത്തിൽ വലിയ ശാരീരിക ക്ലേശങ്ങൾ വരികയാണ്. ഗർഭാരിഷ്ടതകൾ മുതൽ അധ്വാനങ്ങൾ വരെ വലിയ ക്ലേശങ്ങൾ നിറഞ്ഞ് വലിയ ദുരിതത്തിലേക്ക് വരുമ്പോൾ, അതാണ് പറുദീസയുടെ പുറത്തുള്ള ആ അവസ്ഥ. അത് ദൈവം കൊടുക്കുന്ന അവസ്ഥ, പാപശിക്ഷയല്ല, അത് പാപത്തിൻ്റെ പരിണിത ഫലം ദൈവം അനൗൺസ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടി അനൗൺസ് ചെയ്യുന്നു? നിനക്കും എനിക്കും ഒരു പാഠമാകേണ്ടതിന്. ഞാൻ അതിനെക്കുറിച്ച് പുറകെ വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാഗ്ദാനം, പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മൾ പത്രോസ്ലീഹായുടെ ഒരു അഭിവാദനത്തോടെ നമുക്ക് ഈ ഗൗരവമേറിയ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കാരണം ഇതിനെക്കുറിച്ച് ഇന്ന് അധികം ആൾക്കാരൊന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെ സംസാരിക്കുന്നത് തന്നെ, ഇത് പാപമെന്ന് പറയുന്നത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രശ്നമാണ്. നമ്മുടെ ഇവിടെ ഇന്ന് ആ റൂൾ എത്തിയിട്ടില്ല. റൂൾ എത്തിയത് കൊണ്ട് ഇപ്പം നമ്മൾ മിണ്ടാതിരിക്കുന്നില്ല. ഇത് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് പാപമാണ്. അത് ആര് ചെയ്താലും അത് പാപം തന്നെയാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വി വിൽ പ്രൊക്ലെയിം. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചിലപ്പോൾ അവർ ക്രൂശിക്കും, നിങ്ങളെ പീഡിപ്പിക്കും. അവൻ എന്നെ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ പീഡിപ്പിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. അതൊക്കെ നിനക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. അങ്ങനെയൊക്കെ മരിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ക്ലിയർ ആണ്. വി ആർ പ്രൊക്ലെയിമിങ് ദ ഗുഡ് ന്യൂസ്, ദ ഗോസ്പൽ. അതൊരു പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനം, മനോഹരമായൊരു വാക്യം ഇവിടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായ പൊന്തിസിലും ഗലാത്തിയായാലും കപ്പദോക്കിയായാലും ഏഷ്യയിലും ബിഥീനിയായാലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായുണ്ടാകട്ടെ. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ സമൃദ്ധമായിട്ടുണ്ടാകുകയാണ്. ഈ കൃപയിൽ നമ്മൾ വളരണം. കരുണ സമൃദ്ധമായിട്ട് ഒഴുകുന്ന സമയമാണ്. അതുപോലെ തന്നെ ദൈവത്തിന് സമാധാനം സമൃദ്ധമായി നമുക്ക് ഇവിടെയുണ്ട്. ലോകം വലിയ സമാധാനത്തിലൂടെ കടന്നു പോവുകയാണ്. ബട്ട് ദോസ് ഹു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു വിൽ ഹാവ് ദറ്റ് വണ്ടർഫുൾ പീസ്. അതിസ്വാഭാവികമായ സമാധാനം ഇന്ന് അവൈലബിൾ ആണ്. അത് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ അസ്വസ്ഥതയില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്കുള്ള യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ നീ അകപ്പെടേണ്ട കാര്യമില്ല. അതാണ് കർത്താവ് പറയുന്നത്. ആദ്യ പാപത്തിൻ്റെ ഫലമായി, ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഫലം വെള്ളപ്പൊക്കം വന്നപ്പോഴും നോഹേനെയും കുടുംബത്തിനെയും കർത്താവ് അതിൽ നിന്ന് മാറ്റി നിർത്തി. അതുപോലെ സോദോം ഗൊമോറ നശിക്കാൻ നേരം ലോത്തിനെയും കുടുംബത്തെ മാറ്റി നിർത്തി. അത് എന്നും മാറ്റി നിർത്തും. ഇന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് നിന്നെ സംരക്ഷിക്കാൻ കഴിയും. ഈ പുറപ്പാടിൽ നമ്മൾ കാണുന്നു, ഈജിപ്തിൻ്റെ മഹാമാരി വന്ന് ആ ഒരു മഹാമാരിയും ഇസ്രായേൽ ജനത്തിന് മേൽ വീണില്ല. അന്നൊരു സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയപ്പോൾ ഇസ്രായേലിൻ്റെ മക്കളെ അത് തൊട്ടില്ല. അത് അന്നും ഇന്നും എന്നും ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ അവനോട് ചേർന്ന് നിൽക്കണം. എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ 91 സങ്കീർത്തനം പറയുന്ന പോലെ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കണം. അവിടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അവിടെ മാത്രമേ നിനക്ക് സംരക്ഷണമുള്ളൂ. നിനക്ക് വേണ്ടി ഏറ്റെടുത്ത തിരുമുറിവുകളിൽ അഭയം പ്രാപിക്കണം. And that precious wounds will protect you. That blood will cover you. ആ രക്തം നിന്നെ സംരക്ഷിക്കും, പരിപാലിക്കും. മുറിവുകളിൽ നിനക്ക് അഭയമുണ്ട്. അവനോട് ചേർന്ന് നിൽക്കണം. 91 സങ്കീർത്തനം 14-ാം വചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സ്വർഗം പറയാണ്, ദൈവത്തോട്, യേശുവിനോട് ചേർന്ന്. ദൈവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. There is only one God and there is only one name. That is the name of Jesus. ആ നാമത്തിൽ അവനോട് ചേർന്ന് നിൽക്കണം, അവനോട് ഒട്ടി നിൽക്കണം. ഓക്കെ, അവർക്കൊന്നും പ്രശ്നമില്ല, അവനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ കൃപയും സമാധാനം സമൃദ്ധമായിട്ട് നമുക്കുണ്ടാകട്ടെ. 1-ാമത്തെ അധ്യായം വീണ്ടും പത്രോസ്ലീഹ നമ്മളോട് പറയുകയാണ്, 13-ാമത്തെ വചനം, ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവൻ. എൻ്റെ പ്രത്യാഗമനം വരാൻ പോകുമ്പോൾ നമ്മൾ വലിയ പ്രത്യാശയിലാണ്. ലോകത്തിൽ the whole world is under confusion and fear and anxiety. വലിയ
അസ്വസ്ഥതയിലും അസമാധാനത്തിലും ഭയത്തിലും ആകുലതയിലാണെന്ന് ലോകം. എല്ലാത്തിനെ കുറിച്ചും ലോകത്തിലെ മക്കൾ ആകുലതയാണ്. ദൈവമില്ല, അതില്ല, അതൊക്കെ വെറുതെ വാശിയടിച്ച് നടക്കാന്ന് മാത്രമേ ഫുൾ ഓഫ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആൻഡ് കൺഫ്യൂഷൻ. അത് നിനക്കുള്ള മരുന്നാണ്. ദൈവത്തെ തള്ളിപ്പറയുന്നതിനുള്ള മരുന്നാണ്. ഉറക്കം ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിന്നെ ലോറി ഇടിച്ച് ചാവുമൊന്നുമില്ല, ഇടിവെട്ടേറ്റ് നീ മരിക്കുകയൊന്നുമില്ല. ദൈവത്തെ തള്ളിപ്പറയുന്നതിന് കിട്ടുന്ന സാധനം സ്വസ്ഥത ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. നിന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ആകുലത, ഉൾക്കണ്ടയും ഭയവും അസ്വസ്ഥതയായിരിക്കും. മനസ്സിലായില്ല? ഇതാണ് എൻ്റെ ഒരു കാരണം. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ സമാധാനം, വലിയ കൃപ, വലിയ കരുണ സമൃദ്ധമായി നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് 14-ാമത്തെ വചനം പറയാണ്, മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണമുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. ഈ വ്യാമോഹം എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഭൂരിഭാഗം പറയുന്ന വ്യാമോഹം ഈ ജഡത്തിൻ്റെ വ്യാമോഹമാണ്. ഈ ലൈംഗികത ആദ്യം തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. അതിന്ന് വളരെയധികം ജനങ്ങളെ ഭരിക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകരുത്. എന്നിട്ട് പറയാണ്, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കും, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധരാകുക നമ്മളെ വിളിയാണ്. ഈ വിശുദ്ധിയുടെ ഒരു ഭാഗമാണ് ശാരീരിക വിശുദ്ധി. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഈ ശാരീരിക ശുദ്ധതയും ആത്മീയ ശുദ്ധതയും രണ്ടും ചേർന്ന് പോകുന്ന രണ്ട് ഘടകങ്ങളാണ്. അപ്പം ശാരീരിക ശുദ്ധത ഇല്ലാതെ നമുക്ക് ആത്മീയ ശുദ്ധത ഉണ്ടാവില്ല. ഇന്ന് എല്ലാ തലങ്ങളിലും ഈ അശുദ്ധി കടന്ന് കയറി വരുന്നുണ്ട്. ഓക്കെ, വെരി ഡേഞ്ചറസ്. അത് വിശ്വാസികൾ, ശുശ്രൂഷകർ, സന്യാസ സമൂഹങ്ങളിലൊക്കെ ഈ സാധനം വളരെയധികമുണ്ട്. ഇതിനെല്ലാം ശിക്ഷയുണ്ട്, വലിയ പരിണിത ഫലമുണ്ട്. അതുകൊണ്ട് സ്വർഗം പറയാണ്, അനുതപിക്കുക, തിരിച്ചു വരിക. അപ്പം ഈ പരിശുദ്ധി നമ്മൾക്ക് വളരെ ആവശ്യമാണ്, ശാരീരിക ശുദ്ധത. അപ്പോൾ ഈ ശാരീരിക ശുദ്ധത നശിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യഭിചാരം എന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം ഈ ശാരീരിക ശുദ്ധത വഴിയാണ് നമുക്ക് 2-3 വലിയ കൃപകൾ സ്വർഗം നമുക്ക് തരികയാണ്. ആത്മശക്തി, ആത്മധൈര്യം, ആത്മവിശ്വാസം. ഇന്നത്തെ യുവതലമുറയ്ക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഈ സ്വയം ഭോഗവും പോണോഗ്രഫിയും കണ്ട് ജീവിക്കുന്ന മക്കളെ നിനക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ്. യു വിൽ നെവർ ഹാവ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് കറേജ്. ഇത് നമുക്കുണ്ടാവില്ല. സോ ആയതിനാൽ ഈ ലൈംഗികമായ അശുദ്ധി അല്ലെങ്കിൽ ശാരീരിക അശുദ്ധി, ലൈംഗിക പാപം മൂലമുള്ള അശുദ്ധി നമ്മുടെ ആത്മവിശ്വാസം, ആത്മധൈര്യം ഇതെല്ലാം നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് തമ്പുരാനൊക്കെ പറയുന്നത് ഇതൊക്കെ മാറി നിൽക്കണം നമ്മൾ. മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാരക രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കും, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കും, നമ്മൾ പരസ്യമായി ശിക്ഷിക്കപ്പെടും, ജീവൻ അപഹരിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ എഫക്റ്റഡ് ആവും, കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ഇൻഫെർട്ടിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കളുണ്ടാകുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഫലമാണ്. അപ്പം ഇങ്ങനെ വലിയ നാശമുണ്ടാക്കാവുന്ന ഒരു അരൂപിയാണ് വ്യഭിചാരത്തിൻ്റെ ദുർഭുതം. അപ്പോൾ ഇത് നിന്റെ കുടുംബത്തിലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പരിശ്രമിക്കണം. അപ്പം ഈ ശാരീരിക ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കുടുംബജീവിതത്തിലും ഈ ശുദ്ധതാ പാലനം എന്ന് പറയുമ്പോൾ ലൈംഗിക കഴിവുകളെ ജീവിത അന്തസ്സിന് യോജിച്ച വിധം ദൈവഹിതപ്രകാരം ഉപയോഗിക്കുന്നതിലാണ് ശുദ്ധതാ പാലനം അടങ്ങിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു പോയിന്റ് കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് പരസംഗം അല്ലാതെ സ്വന്തം ജീവിത പങ്കാളിയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന മക്കളിലും ഈ അശുദ്ധി ഉണ്ടാവും? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്, എന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. ഇത് ദൈവഹിതപ്രകാരം ഉപയോഗിക്കുന്നതിൻ്റെ അകത്തൊരു, അതാണ് വിശുദ്ധി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഇത് മറ്റ് പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധത്തിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രം അത് ശുദ്ധമാകുന്നില്ല, അത് അശുദ്ധിയാണ്. എന്നാൽ സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നതിൻ്റെ അകത്തൊരു അശുദ്ധി വരും. എപ്പോഴാണെന്ന് വെച്ചാൽ അത് നമ്മൾ ദൈവഹിതപ്രകാരമല്ല അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ. അപ്പം അതുകൊണ്ട് എന്തിനാണ് ലൈംഗികത ദൈവം നൽകിയത്? അതിനൊരു ഉദ്ദേശമുണ്ട്, സ്നേഹിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുള്ളതാണ്. അപ്പം ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവണം? ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അവിടെ ജീവനുണ്ടാവണം, കുഞ്ഞുങ്ങളുണ്ടാവണം. അപ്പം ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി ഇന്നത്തെ ഒരു തലമുറയുടെ പ്രശ്നമാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, അവർ ലൈംഗികതയുടെ സുഖസന്തോഷങ്ങൾ മതി. അത് അശുദ്ധിയാണ്, അത് പാപമാണ്. അപ്പം ഇതും കൂടി മനസ്സിലാക്കുക. ഇന്ന് അനേകം കുടുംബങ്ങൾ ഈ പറഞ്ഞത് പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ വലിയ വ്യഭിചാരവും പരസ്ത്രീ ബന്ധത്തിലൊന്നും പോയിട്ടില്ലല്ലോ, എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിലൊക്കെ ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ വിശുദ്ധി എന്ന് പറയുന്നത് ലൈംഗികതയാണെങ്കിൽ പോലും അത് വ്യഭിചാരമാകുന്ന എപ്പോഴാണ്? സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് ദാമ്പത്യ ധർമ്മത്തിൽ വരുമ്പോൾ അത് വ്യഭിചാരമാകും. അത് ദൈവഹിതപ്രകാരമല്ല ചെയ്യുന്നതെങ്കിൽ. മറ്റേ വ്യഭിചാരത്തിന് അത്രയും ഭയാനകമല്ല, ഗൗരവമുള്ളതല്ലെങ്കിലും അത് വ്യഭിചാരത്തിൽപ്പെടുന്നൊരു കാര്യം. കാരണം ജീവോൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ലൈംഗികത നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നതാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഈ ഒരു സന്തോഷം, ഇതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ സന്തോഷം തരുമ്പോൾ നമ്മൾ ഇന്ന് സാത്താൻ പറയാണ്, നിങ്ങൾ സന്തോഷിച്ചോ, പക്ഷെ അതിൻ്റെ ഫലം വേണ്ട. അങ്ങനെ വരുമ്പോൾ അത് അശുദ്ധിയാണ് എന്നൊരു കാര്യം കൂടി ഓർക്കുക. ഇന്നത്തെ ഒരു യുവതലമുറയിൽ സംഭവിക്കുന്ന ഒരു വലിയ മാരക പാപമാണ് ലിവിങ് ടുഗദർ. അല്ലേ, ഇന്നത്തെ ഒരു പുതിയ കൾച്ചറാണ്, ഡെവലപ്പ് ചെയ്യാണ്. കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് വിവാഹം പറഞ്ഞ ഉടമ്പടിയിലേക്ക് വരാൻ താല്പര്യം, കൗതാശികം ജീവിക്കാൻ താല്പര്യമില്ല, മക്കളുണ്ടാക്കാൻ താല്പര്യമില്ല, വി ജസ്റ്റ് എൻജോയിങ്, പരസ്പരം എൻജോയ് ആണ്. ഇതൊക്കെ വലിയ മാരകമായ പാപമാണ്. ഇതിനൊക്കെ വലിയ ശിക്ഷ നിന്നെ കാത്തിരിക്കുന്ന സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം വെറുതെ പറയുന്നതല്ല, ശിക്ഷയുണ്ട്. ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, ആ പഴം കഴിച്ചാൽ നീ മരിക്കും. ആ മരണത്തിൻ്റെ ഫലം എന്താണെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. കാൽവരി മലയിൽ പാപത്തിൻ്റെ ഫലം അതിഭീകരമാണ്, അതിഭയാനകമാണ്. യേശു പാപം മുഴുവൻ ഏറ്റെടുത്ത് അവൻ്റെ ശരീരം മുഴുവനും തകർക്കപ്പെടുകയാണ്. ഇതുപോലെ അതിലേറ്റവും വലിയ പാപം ഈ ലൈംഗിക പാപമാണ്. അത് ലിവിങ് ടുഗദർ ആയാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്താലും എങ്ങനെ ചെയ്താലും പാപമാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വെല്ലുവിളിക്കരുത്. കാരണം നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് നശിപ്പിക്കരുത്. അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് പിന്തിരിയുക. കർത്താവ് നിനക്ക് എന്നോട് കരുണ കാണിക്കും. എന്താണ് ഈ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ഈ സമൃദ്ധി, സന്തോഷം, സമാധാനം? ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കുക. ഓക്കെ, ഈ അശുദ്ധിയുടെ അരൂപി നമ്മളിലും പ്രവർത്തിക്കുന്നുണ്ടോ? സോ കോൾഡ് ഹോളി പീപ്പിൾ നമ്മൾ വിളിക്കുമ്പോഴും നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിലും ദാമ്പത്യ ജീവിതങ്ങളിലും ഈ അശുദ്ധി കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ നമുക്ക് പറയുന്നത്, നമുക്ക് ആബ്സ്റ്റിനൻസ് ഉണ്ട്. സ്ത്രീയും പുരുഷനും ഇന്ന കാലത്തേക്ക്, ഇത്ര നാളത്തേക്ക് പ്രാർത്ഥനയിൽ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. ഇങ്ങനെയുള്ളൊരു അകലം പാലിക്കാം. അത് ആത്മീയ ജീവിതത്തിൽ നല്ലതാണ്. അല്ലാത്തപ്പോഴൊക്കെയും നമ്മൾ ശാരീരിക ബന്ധത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയാൻ പാടില്ല. അതിനെ മാറ്റി നിർത്തിയിട്ട് വെറും ശാരീരിക ആസ്വാദനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദാനമായ ലൈംഗികതയെ നമ്മൾ ദുരുപയോഗിച്ചാൽ അത് ഭാവിയിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലും നിങ്ങളുടെ ലൈംഗികതയിലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാവും. കാരണം നമ്മൾ രണ്ടുപേരും പരസ്പരം ഉപയോഗിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ദൈവദത്തമായ ആ ഫലം നമ്മൾ നൽകാതെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിയിൽ മനുഷ്യൻ മാത്രമേ ഇങ്ങനത്തെ തോന്നിയാസം കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ജീവജാലങ്ങളും ശാരീരിക ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ മാത്രം ആ സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതൊക്കെ വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. സോ ഇതും നമ്മുടെ ശുദ്ധിയിൽപ്പെടുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ നേരത്തെ പറയുന്ന പോലെ ലൈംഗിക പാപം എന്ന് പറയുന്നത്, വ്യഭിചാരം. അത് വെരി വെരി ഡേഞ്ചറസ്. അത് വളരെ ഭീകരമായ നാശമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം അത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം. അത് പാലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ സുഖസന്തോഷം. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ പരിത്യാഗ പ്രവർത്തികൾ, നൊയമ്പുകൾ നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പം ഈ സുഖിക്കുന്ന ഒരു ശരീരത്തിന് ശുദ്ധതാ പാലനം അസാധ്യമാണ്. അപ്പം ഈ
ശരീരത്തിലെ സുഖവും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഭക്ഷണാസക്തിയും ജഡികാസക്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഈ ആസക്തികൾ, സുഖലോലുപത, ഭക്ഷണത്തിനുള്ള ആസക്തികൾ, ഇതെല്ലാം നമ്മുടെ ജഡികമായ ആസക്തിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ സുഖലോലുപതയിൽ കിടക്കുന്ന ഒരു ശരീരത്തിനും ഭക്ഷണത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരത്തിനും ലൈംഗികപരമായിട്ടുള്ള ആസക്തികളിൽ നിന്ന് മോചിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ സഭാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇതര സുഖങ്ങളുടെ ആസ്വാദനം കൂട്ടിക്കൊണ്ട് ആർക്കും ഈ ലൈംഗിക ശുദ്ധത പാലിക്കാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് ആസ്വദിച്ചുകൊണ്ട്, ഇത് ആസ്വദിച്ചിരിക്കുന്ന ഒരാൾക്ക് മദ്യം, ഭക്ഷണം, ഇങ്ങനത്തെ ഒക്കെ ആസ്വദിക്കുന്ന ശരീരത്തിന് അതിൻ്റെ കൂടെയായി വരുന്നൊരു സാധനമാണ് ഈ അശുദ്ധി എന്ന് പറയുന്നത്. ലൈംഗികപരമായ അശുദ്ധി ഉണ്ടാകും. ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നെങ്കിൽ മാത്രമേ ഈ ശുദ്ധതാപാലനത്തിന് നമുക്ക് സാധിക്കൂ. ഇനി വെറും ശാരീരിക ശുദ്ധത മാത്രമല്ല നമ്മൾ പാലിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ ശുദ്ധത ശരീരത്തിൽ മാത്രം പാലിക്കേണ്ട പുണ്യം എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ ശുദ്ധതയുണ്ടാവണം, നമ്മുടെ ഭാവനയിൽ ശുദ്ധതയുണ്ടാവണം, നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും ആത്മാവിലും പുലരേണ്ട ഒരു പുണ്യമാണ് ഈ ശുദ്ധത. അതുകൊണ്ട് ശരീരത്തിൽ മാത്രം നമുക്ക് പാലിക്കാൻ പറ്റില്ല. നിന്റെ ചിന്തകള്, നിന്റെ ഭാവനയില്, നിന്റെ വിചാരങ്ങള്, നിന്റെ ഹൃദയ വിചാരങ്ങള്, വികാരങ്ങള്, ഇവിടെ എല്ലാം നമ്മൾ ശുദ്ധത പാലിക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെയെല്ലാം നമ്മൾ ശുദ്ധത പാലിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഈ ശുദ്ധത പാലിക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കുക. സുഖിക്കുന്ന ശരീരങ്ങളെ, ജീവിതങ്ങളെ, നിന്റെ മേൽ വലിയ മാരണം വരാനിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മേൽ വലിയ തകർച്ച വരാൻ പോവുകയാണ്, വലിയ ദുരിതം വരാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വർഗം ഒരിക്കൽ കൂടി നമുക്ക് വാർണിംഗ് തരികയാണ്. റിപ്പന്റ്, കം ഹോം, തിരിച്ചു വരിക. യേശു നിന്നെ വിളിക്കുന്നു. യേശുവിന്റെ രക്തം നിനക്ക് നീ ചെയ്ത സകല പാപത്തിനും പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഇനിയും നീ ആ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ലോകം അനുഭവിക്കും. കാരണം അവനെ തള്ളിക്കളഞ്ഞൊരു ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. ഈ ലോകത്തിന് നീ അനുരൂപരാകരുത്. നിന്റെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഈ രക്ഷയിലേക്ക് കടന്നു വരിക. സ്വർഗം നിന്നെ സഹായിക്കും, അനുഗ്രഹിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശാരീരിക ശുദ്ധതയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തെ സുഖലോലുപത. ഇതിന് നമ്മൾ ബൈബിളില് ഒരു മനോഹരമായ കഥയുണ്ട്. 2 സാമുവേൽ 12-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് ഇങ്ങനെ അന്തപുരത്തിൽ ഇങ്ങനെ സുഖിച്ച് സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ഊറിയായുടെ ഭാര്യയായ ബേത്ശെബയെ കാണും. അങ്ങ് ദൂരകരണത്തിൽ അവൾ കുളിക്കുന്നത് കാണുമ്പോൾ അവളോട് അനുരാഗം തോന്നുകയാണ്. അങ്ങനെ രാജാവായിരിക്കെ അവളെ അന്തപുരത്തിൽ വിളിച്ചു വരുത്തുന്നു. ദാവീദ് രാജാവ് വേറൊരുവന്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ ബന്ധം നാഥാൻ പ്രവാചകൻ അത് കണ്ടെത്തുകയും ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് വലിയ അനുതാപത്തിലേക്ക് വരികയാണ്. അങ്ങനെ ദാവീദ് എഴുതിയ സങ്കീർത്തനം, ദാവീദിന്റെ അനുതാപത്തിന്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. നമ്മളെല്ലാവരും ഈ പാപം ചെയ്ത എല്ലാവരും വെറുതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പോരാ. നമ്മുടെ അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പാപത്തിന് പരിഹാരം ചെയ്യണം, തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനോഹരമായ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അപ്പോൾ അങ്ങനെ അവൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പക്ഷേ പാപഫലങ്ങൾ അവിടെ കിടക്കുകയാണ്. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കളുടെ മേൽ വിധി വരും. നമ്മുടെ മക്കൾ ഈ പാപം ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ദാവീദ് അനുദപിച്ചു കഴിഞ്ഞതിന് ശേഷം 2 സാമുവേൽ 13 നമ്മൾ കാണുകയാണ്. അങ്ങനെ ദാവീദ് പിന്നെ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബേത്ശെബയുടെ ഭർത്താവായ ഊറിയായെ കൊല്ലുകയാണ്. ഇതൊക്കെ മനോഹരമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കി ദാവീദ് എല്ലാം ചെയ്ത് അവസാനം ദാവീദ് ഇങ്ങനെ വളരെ മാന്യനായിട്ട് ഇരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ വന്ന് ഇവൻ്റെ പാപത്തെ വെളിപ്പെടുത്തുക. തിരിച്ചറിയ നിമിഷം തന്നെ ദാവീദ് അനുദപിക്കുകയാണ്, ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും കരയണം, ലോകത്തിന് വേണ്ടി കരയണം. അല്ലെങ്കിൽ വലിയ ശിക്ഷ വരും, ലോകത്തിൻ്റെ മേൽ വരാനിരിക്കുകയാണ്. ഫാത്തിമയിലെ മാതാവിൻ്റെ സന്ദേശം, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലെ മാതാവിൻ്റെ സന്ദേശങ്ങളൊക്കെ ഈ വലിയ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ മേൽ വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ലൈംഗിക പാപത്തിൻ്റെ പരിണിത ഫലം വരാൻ പോവുകയാണ്, വലിയ മുന്നറിയിപ്പ് തരികയാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുക. ഈ ദാവീദിന് ബേത്ശെബയിൽ ഒരു കുഞ്ഞുണ്ടായി, ആദ്യം ഉണ്ടായൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് മരിച്ചു. അത് പാപത്തിൻ്റെ ഫലം വേണ്ട കുഞ്ഞാണ്.
അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു. അതിനുശേഷം ദാവീദ് വീണ്ടും ബത്ശേബയെ പ്രാപിക്കുന്നുണ്ട്. അതിനുശേഷം അനുതാപത്തിന് ശേഷം ബത്ശേബയിലുണ്ടായ രണ്ടാമത്തെ കുഞ്ഞാണ് സോളമൻ, ദ വൈസസ്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ്. അത് വലിയൊരു ബ്ലെസ്സിങ്. അതാണ് നമ്മൾ അനുതപിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് വലിയ കരുണയാ തരിക. നമ്മുടെ പാപങ്ങളൊക്കെ ശരിക്കും ദൈവം പരിഗണിക്കുന്നില്ല. ദൈവം നമ്മുടെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കാനിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പാപങ്ങളെ നമ്മൾ അനുതപിച്ച് പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണം, പരിഹാരങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പാപത്തിന് ശിക്ഷ നമ്മുടെ മേൽ വരും. ഇങ്ങനെ അനുദവിക്കുന്ന മക്കളെ എത്രമാത്രം സ്വർഗം അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദാവീദിന്റെ രണ്ടാമത്തെ മകൻ, ബത്ശേബയുടെ രണ്ടാമത്തെ മകൻ, വലിയ മഹാനായ സോളമൻ നമ്മൾ കാണുകയാണ്. എന്നാൽ സോളമൻ ഇത്ര വലിയ കൃപ ലഭിച്ച ഇതേപോലെ വ്യഭിചാരത്തിലേക്ക് പോവാണ്. സോളമൻ അനേകം സ്ത്രീകളുമായിട്ട് വ്യഭിചാരത്തിൽ വരിക. അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ സോളമന്റെ മകനെ കുറിച്ച് ബൈബിളിൽ മനോഹരമായൊരു വാക്യം എഴുതുന്നുണ്ട്. റഹോബോവാം എന്നാണ് സോളമന്റെ മകന്റെ പേര്. അപ്പൊ ഈ സോളമൻ ദാവീദിന്റെ മകൻ അനുദപിച്ച അപ്പന്റെ അനുതാപത്തിന്റെ ഫലമായി അവന് ജീവിതം കിട്ടി, അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് സോളമൻ തോന്നിവാസം ചെയ്യണം, സോളമൻ ഈ വ്യഭിചാരം ചെയ്യണം. സോളമൻ വിജയം ചെയ്തപ്പോൾ സോളമൻ ഉണ്ടായ മകനെ കുറിച്ച് പറയുകയാണ്. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. പ്രഭാഷകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആയ റഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. സോളമന്റെ മകന് ദാവീദ് അനുദപിച്ച ദാവീദിന്റെ മകൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായി. അവന്റെ മകൻ, ഇത്രയും ജ്ഞാനിയായവന്റെ മകൻ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢി, വിവേകത്തിലെ ഏറ്റവും അവസാനത്തവൻ. ഇതാണ് എന്താ കാരണം? വ്യഭിചാരത്തിന്റെ ദുർഭൂതം അനേകം കുടുംബങ്ങളിലുള്ള പ്രശ്നമാണ്. മാതാപിതാക്കൾ മക്കളുടെ കഴിവുകേട് കെട്ട മക്കള്, ബുദ്ധിയില്ലാത്ത മക്കള്, വിവേകമില്ലാത്ത മക്കള്, ജ്ഞാനമില്ലാത്ത മക്കളെ കണ്ട് അവരെ നിങ്ങൾ തല്ലിയിട്ട് കാര്യമില്ല. അതിനൊരു കാരണം ഇതാണ്. നമ്മുടെ കുടുംബത്തിൽ സ്പിരിറ്റ് ഓഫ് ലാസ്റ്റ്, വ്യഭിചാരത്തിന് ദുർഭൂതമുണ്ട്. മക്കള് ഗതി പിടിക്കത്തില്ല, പേര് പിടിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. നശിച്ചു തീരും. തലമുറകളിലേക്ക് ഇത് കടന്നു വരും. എന്നിട്ട് ദാവീദിന്റെ വേറൊരു മകൻ, ദാവീദിന്റെ മറ്റൊരു ഭാര്യയിലുള്ള ഒരു മകൻ, അവൻ്റെ ഒരു കഥ പറയുന്നു. 13-ാമത്തെ അധ്യായം 2 സാമുവേൽ. ദാവീദിന്റെ മകൻ അബ്ശലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അപ്പൊ ദാവീദ് ഒരുക്കി വെച്ച വ്യഭിചാര ദുർഭൂതം ആ കുടുംബത്തിൽ കിടക്കുകയാണ്. ദാവീദ് അനുദപിച്ച ദാവീദിന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. പക്ഷെ വിളിച്ചു വരുത്തിയ സാധനം അവിടെയുണ്ട്. അനേകം കുടുംബങ്ങളുള്ള പ്രശ്നമാണ്. ഈ ദുർഭൂതം മക്കളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വേറൊരു ഭാര്യയുടെ മകൻ, അതായത് അമ്നോൻ എന്ന് പറഞ്ഞത് ദാവീദിന്റെ വേറൊരു ഭാര്യയുടെ മകനായ അബ്ശലോമിന്റെ അനിയത്തിനോട് അവന് വലിയ സ്നേഹമെന്നാണ് അല്ലേ. അപ്പൊ ഈ അതിനെക്കുറിച്ച് ഇങ്ങനെയാ പറയാം, സ്നേഹമെന്നാ പറയാം. അപ്പൊ മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയെ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതി അമ്നോൻ അവളെ പ്രതി രോഗാതുരനായിത്തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. അവനൊരു വലിയ സ്നേഹിതനുണ്ട്. അപ്പൊ ഈ പ്രേമം മൂത്ത് കഴിയുമ്പോൾ രോഗം വരും അല്ലേ. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഈ ആൺകുട്ടികളിൽ ഒരു 98% പേരും നിങ്ങളോട് ഈ പ്രേമം സ്നേഹം എന്നൊക്കെ പറയുന്നത് അത് കാമമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അതിൽ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിളാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ പ്രേമം മൂത്തിട്ട് രോഗമായി. ആരോടാണ്? തൻ്റെ സഹോദരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വരികയാണ്. എന്താണ് നിനക്ക് ആകെ ബുദ്ധിമുട്ടാണല്ലോ, സങ്കടമാണല്ലോ. എനിക്കിങ്ങനെ അവളെ കണ്ടിട്ട് അവളോട് സ്നേഹം മൂത്തിട്ട്, സ്നേഹമല്ല ഇതിന് സ്നേഹം എന്ന് നമ്മൾ പറയുന്നത്, കാമം മൂത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ ഇവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കില്ലേ. ഇങ്ങനെ കുറേ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്. അവൻ്റെ ഐഡിയ അനുസരിച്ച് നീ രോഗിയായിട്ട് അഭിനയിക്കുക. എൻ്റെ അപ്പം വന്ന് ചോദിക്കും. അപ്പോൾ പറയാ എനിക്ക് രോഗമായപ്പോൾ എനിക്ക് ഭക്ഷണം തരുന്നത് ഈ മകൾ താമാർ വഴി, അബ്ശലോമിൻ്റെ പെങ്ങൾ വഴി എനിക്ക് ഭക്ഷണം തരുന്നു. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ച് ഇവനൊരു കെണി ഒരുക്കുകയാണ്. അങ്ങനെ താമാർ അബ്ശലോമിൻ്റെ മകൾ ഇവൻ്റെ മുറിയിൽ വരുന്നു. ഇവന് രോഗിയായിട്ട് കിടക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, അത് നിങ്ങൾ വായിക്കണം, നല്ലതാണ്. അങ്ങനെ രോഗിയായിട്ട് കിടക്കുന്നവൻ അവളോട് പറയാണ്, നീ തന്നെ എനിക്ക് ഭക്ഷണം വെച്ച് തരണം. അവൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അടുത്ത മുറിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ ചാടി വാതിലടച്ചു അവളെ പ്രാപിക്കുകയാണ്. അപ്പോൾ പിതാവ് ചെയ്ത പാപം മക്കളിലേക്ക് കടന്നു വരികയാണ്.
ഇന്നത്തെ ഒരു തലമുറയിലൊരു സാധനം. നിങ്ങളുടെ കുടുംബത്തിൽ ഈ സാധനം ഉണ്ടോ, ഇറ്റ് വിൽ കണ്ടിന്യൂ, ഇറ്റ് വിൽ ഗോ ഓൺ. അങ്ങനെ വചനം പറയാണ് 2 സാമുവേൽ 13:15. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രേമം സ്നേഹം എന്നൊക്കെ പറയാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന പേരിങ്ങനെയാണ്. അമ്നോൻ ഈ യോനാദാബിനോട് പറയുകയാണ്, എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്. ദുഃഖാർത്ഥനായി കാണപ്പെടുന്നത് 4-ാമത്തെ വചനം, ദുഃഖാർത്ഥനായി കാണപ്പെടുന്നത് എൻ്റെ സഹോദരൻ അബ്സലോമിൻ്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് അവളോടുള്ള സ്നേഹം മൂത്തിട്ടിടാ, എനിക്കിരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്നേഹമെന്നാ പറയുക കേട്ടോ. ഇത് സ്നേഹമല്ല, ഇത് ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ പുറകിൽ കാമമാണ്. ഓക്കെ, സ്നേഹവും ഇഷ്ടവും, ലൈക്ക് ആൻഡ് ലവ് ഇസ് ഡിഫറെൻറ്റ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഐ ലവ് എന്ന് പറയുമ്പോൾ ഉടനെ ചെല്ലുകയാണ്. എന്ത് ലവ്? ലവ് എന്ന് യു ക്യാൻ സീ ലവ് ഓൺലി ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ലവ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഗിവിങ് ആണ്, സാക്രിഫൈസ് ആണ്. അല്ലാതെ വല്ലവനും പിടിച്ചു പറിക്കുന്നതല്ല ലവ്. എൻ്റെ സുഖത്തിന് മറ്റൊന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേര് ലവ് അല്ല. ഇങ്ങനെ പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ ചുറ്റുപാടുണ്ട്. വലിയ നാശം നിന്റെ മേൽ വരികയാണ്, വലിയ നാശം. ഗ്രേറ്റ് ഡിസാസ്റ്റർ ഈസ് അവൈറ്റനിങ് യു. അപ്പം അതുകൊണ്ട് ഉണരുക, തിരിച്ചു വരിക. 15-ാമത്തെ വചനം പറയാണ്, പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. ഈ കാര്യം സാധിച്ചു കഴിയുമ്പോൾ പുരുഷന്മാർക്കുണ്ടാകുന്നൊരു കാര്യമാണ്, വെറുപ്പ് വരികയാണ്, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് വരികയാണ്. എത്ര നേരം സ്നേഹം കൊണ്ട് ഉറക്കമില്ല, രോഗമായി കടന്നു നിർത്താൻ ഇത് കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ വചനം പറയാണ്, പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ ദ യങ് പീപ്പിൾ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ പാപത്തിനൊരിക്കലും ഇതിൻ്റെ ഫലം എന്താ? അപ്പോൾ താമാറ് വളരെ കേട്ടു, നീ എന്താ കാണിക്കുന്നത്, ചെയ്യാൻ പാടില്ല എന്ന് പറയും. കയറി ബലാത്കാരമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം അബ്സലോം ഇതറിയാം. ഫലം എന്താ? ഊറിയായെ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലാൻ ദാവീദ് കൽപ്പിച്ചതുപോലെ അബ്സലോം എന്ത് ചെയ്തു? തൻ്റെ പരിചാരോട് പറയാണ്. അബ്സലോം മനസ്സിലായി, തൻ്റെ അനിയത്തിനെ ഇവനിങ്ങനെ വ്യഭിചാരം ചെയ്തു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് മനസ്സിലാക്കിയ അബ്സലോം തൻ്റെ അനുജന്മാരോട് പറയാണ്, അമ്നോനെ തട്ടിയേക്കാൻ പറ. അങ്ങനെ അടുത്തൊരു സ്റ്റേജ് വന്നപ്പോൾ, യുദ്ധം വന്നപ്പോൾ അമ്നോനെ കൊല്ലുകയാണ്. ഇങ്ങനെ ഈ ദുർബോധമുണ്ടാക്കുന്ന മാരകമായ വിപത്ത് ഇതിന് ഈ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുക. ചിലപ്പോഴെങ്കിലും ചില മുസ്ലിം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഡോക്ടർ സക്കീർ നായക്കൊക്കെ പറയും, ഈ ബൈബിളിനകത്ത് മുഴുവനും ചിത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, നമ്മൾ വായിക്കാൻ പോലും കൊള്ളത്തില്ല. ഇതിനകത്ത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളൊക്കെയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? വളരെ കൃത്യമാണ്. ഇതിനൊക്കെ വളരെ കാരണങ്ങളുണ്ട്. 1 കൊരിന്തോസ് 11 പറയും, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്, നമുക്കൊരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ദൈവം ഏദൻ തോട്ടത്തിൽ ആദത്തിന്റെ ഹവ്വയുടെ പാപം മുതൽ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ, ഈ ബൈബിളിൽ കാണുന്ന എല്ലാ തിന്മയുടെ പ്രതികളും എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അത് ആ ജനത്തിനൊരു താക്കീതായിട്ട് ശിക്ഷയായിട്ട് കൊടുക്കുക. അതിന്റെ പരിണിത ഫലം അവിടെ ഉണ്ട്. ഇത് പരിണിത ഫലം ലോകത്തിലെ എല്ലാ മക്കൾക്കും ബാധകമാണ്. അത് നീ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ പാപത്തിന്റെ എല്ലാം ഫലം നിനക്കും എനിക്ക് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ്, ഒരേപോലെ സംഭവിക്കും. ഇത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ട് അതെല്ലാം എഴുതി വെച്ചിരിക്കും. അതുകൊണ്ട് വെൻ യു റീഡ് ദ ബൈബിൾ, ഇറ്റ് ഈസ് നോട്ട് അഡൽട്സ് ഓൺലി, ഇറ്റ് ഈസ് നോട്ട് എന്തെങ്കിലും ഒരു തമാശ പറയുന്ന കാര്യമല്ല, വിചാരത്തെ കഥ പറയുന്നതല്ല. നിനക്കൊരു പാഠമാകാൻ വേണ്ടി. ഈ ചെയ്യുന്നവനാണോ നീ? നിന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം ഉണ്ടാകും, നിന്റെ മക്കളിൽ ഈ പ്രശ്നം ഉണ്ടാകും എന്ന് സ്വർഗം വാണിംഗ് തരികയാണ്. ഇറ്റ് ഈസ് കമ്മിങ് ടു യുവർ ഹോം. അതുകൊണ്ട് അനുദപിക്കുക, പരിഹാരം ചെയ്യുക, യേശുവിന്റെ രക്തത്താൽ കഴുകി പ്രാശ്ചിത്തം ചെയ്യുക. അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരണം. ഇല്ലെങ്കിൽ ഈ അരുവി നശിപ്പിച്ചിട്ടേ പോകുള്ളൂ. ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ട് ഇന്ത്യക്കാര് UK-യിലും അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ വലിയ വലിയ പൊസിഷനിലേക്ക് വരുന്നത് എന്താ? വ്യഭിചാരം ചെയ്ത് നടക്കുന്ന ഒരു തലമുറ, അതിനുണ്ടായ കുഞ്ഞുങ്ങളാണ്. ബോധമില്ല, ജ്ഞാനമില്ല, വിവേകമില്ലാത്ത യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻ. ദാറ്റ് ഈസ് വൈ ദീസ് പീപ്പിൾ ഇന്ത്യൻസ് ആർ കമ്മിങ് അപ്പ്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഇതിനകത്തേക്ക് വീഴാൻ പോണത്, അത് വലിയ നാശത്തിലേക്ക് പോവുകയാണ്. എങ്കിലും ഒരു തലമുറകൾ നശിച്ചു പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വ്യഭിചാരം എന്ന ഈ പാപം. അത് ഹോളിവുഡിലുണ്ട്, ബോളിവുഡിലുണ്ട്, മോളിവുഡിലുണ്ട്, ടോളിവുഡ്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ച കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, നമ്മൾ കർത്താവിനെ ചൊറിയാൻ പോയതുകൊണ്ട് മലയാള സിനിമയ്ക്ക് തട്ട് കിട്ടരുത്. അത് നശിച്ചേ പോവുള്ളൂ, അത് അടിഞ്ഞ് തീർന്നിട്ടേ പോവുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ പാപം നമ്മളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പാപമാണ്. നല്ലൊരു സദ്വാർത്ത ഒരിക്കൽ കൂടി പറയാ, യേശു ക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു. നീ അനുഭവിക്കേണ്ട ശിക്ഷ, നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന നശീകരണം അവൻ ഏറ്റെടുത്തു. ആണ് കാൽവരിയിൽ മരയിൽ നീ കാണുന്ന അതിഭയാനക ഭീകരമായ ആ മരണം, അത് നിനക്ക് വേണ്ടിയിട്ടാണ്. അവനിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓക്കെ,